പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിൻ്റെ ആലോചനയിലും പദ്ധതിയിലും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങൾ കേൾക്കുക. ഇനി മുന്നോട്ട് നിർണായകമായ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും, ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളതായ ഒരു സംശയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ദൂത് നിങ്ങൾക്കൊരു വലിയ സഹായമായിരിക്കും. കാരണം ദൈവത്തോട് ധൈര്യമായി അടയാളങ്ങൾ ചോദിച്ചാൽ ദൈവം നമുക്ക് കൃത്യമാംവിധം തൻ്റെ പദ്ധതിയുടെയും തൻ്റെ തിരുഹൃദയത്തിൻ്റെയും അടയാളങ്ങൾ കാണിച്ചു തരും. ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ അടയാളങ്ങളുടെ പുസ്തകമാണ്. അടയാളങ്ങളുടെ പുസ്തകം. യേശുവിൻ്റെ ശുശ്രൂഷ പോലും തുടങ്ങുന്നത് അടയാളമായിട്ടാണ്. കർത്താവായ യേശുവിൻ്റെ ജനനം പോലും നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി ഒരു ശിശുവിനെ നിങ്ങൾ കാണും, അതാണ് നിങ്ങൾക്കുള്ള അടയാളമെന്ന് ദൂതന്മാർ ആട്ടിടയരോട് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇതിനെല്ലാം പുറകിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്കൊരു അടയാളം തരുമെന്ന് പറയുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇങ്ങനെ തൻ്റെ ജനത്തോടുള്ള തൻ്റെ ഇടപെടലുകളെ കാണിക്കുവാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിട്ടും ദൈവം അടയാളങ്ങൾ ആദിയോടന്തം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കടന്നുവരവിന് മുൻപായുള്ള അത്ഭുതകരമായ അടയാളങ്ങളെക്കുറിച്ചും ലോക സംഭവങ്ങളെക്കുറിച്ചും ഇന്ന് ധാരാളം പ്രസംഗങ്ങളും പഠനങ്ങളും നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം വിശുദ്ധ തിരുവെഴുത്ത് അടയാളങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് എന്നുള്ള വ്യക്തമായൊരു ബോധ്യമാണ് നമുക്ക് നൽകിത്തരുന്നത്. വിശുദ്ധ ബൈബിളിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ട നിരവധി ദൈവദാസന്മാർക്ക് ദൈവം അടയാളങ്ങളിലൂടെയാണ് തൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് പലപ്പോഴും ദൈവം തൻ്റെ വാ കൊണ്ട് ഉറക്കെ സംസാരിക്കാതെയും നേരിട്ട് മുമ്പിൽ വന്ന് ചൂണ്ടിക്കാണിക്കാതെയും ഇതാണ് തൻ്റെ പദ്ധതി, തൻ്റെ വഴി എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതിന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന അടയാളം തന്നെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് കൂടെയുള്ള തൻ്റെ അദൃശ്യ സാന്നിധ്യത്തിൻ്റെ സഹായം ദൈവം വ്യക്തമാക്കി തരും. ബൈബിളിൽ ഗിദെയോൻ ഇതിനൊരു വലിയ ഉദാഹരണമായി നിൽക്കുന്ന വ്യക്തിയാണ്. ദൈവമക്കളെ, ഇത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാടുണ്ട്. കാരണം ഇത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു പഠന പരമ്പരയൊന്നുമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതെങ്ങനെ പ്രയോജനകരമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറയുന്നത്. യേശുവിൻ്റെ അന്ത്യത്താഴ സമയത്ത് എവിടെയാണ് അന്ത്യത്താഴം ഒരുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യേശു ഒരു അടയാളമാണ് പറയുന്നത്. നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പുരുഷൻ വെള്ളം കുടം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കയറിപ്പോകുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുക, ആ വീട്ടുടയവനോട് ചോദിക്കുക, അവൻ നിനക്ക് വിരിച്ചൊരുക്കി ഒരു മാളിക മുറി കാണിച്ചു തരും. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ടും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ അതൊരു വിവാഹമാകാം, ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നൊരു ബിസിനസ് ഡീലാകാം, ഒരു പുതിയ സ്ഥലത്തേക്കുള്ള ശുശ്രൂഷയുടെ ഒരു കാൽവെപ്പാകാം, ഒരു ഉപരിപഠനത്തിൽ ഇതെൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഉപരിപഠന മേഖല തന്നെയാണോ എന്നുള്ള ഒരു ഡൗട്ടുള്ള ഒരു മേഖലയാകാം. പല കാര്യങ്ങളിൽ സംശയം തലപൊക്കി വരുമ്പോൾ ആ സംശയത്തെ വെട്ടിക്കളഞ്ഞിട്ട് തൻ്റെ പദ്ധതിയുടെ കൊടി അവിടെ സ്ഥാപിക്കുന്ന ഒരു ഇടപാട് ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതാണ് കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന തൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ളതായ അടയാളം. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സംശയത്തിന് മുമ്പിലും ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ വഴിയാണ് ഇതെങ്കിൽ, എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയതാണ് ഇതെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ഒരു അടയാളം തരണമേ. അടയാളം എന്തുമാകാം, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. പലപ്പോഴും ശുശ്രൂഷയ്ക്ക് ആൾക്കാർ വരുമ്പോൾ, കർത്താവെ അങ്ങ് എന്നോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഈ ദൈവദാസനോട് സംസാരിക്കണമേ, എന്നെ വന്നൊന്ന് തൊടുവാൻ ഇടയാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പലരും ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ സഭയ്ക്കകത്ത് കാണാറുണ്ട്. ആരോടും മിണ്ടിയില്ലെങ്കിലും ദൈവം കൃത്യമായിട്ട് അവരോട് ഇന്ന് ആലോചന പറയാൻ എന്നെ നിയോഗിച്ച് അയക്കാറുണ്ട്. അതായത് ഒരടയാളം ചോദിച്ചിട്ട് വന്നാൽ ആ അടയാളം ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകി മാനിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ മാന്യതയും പദ്ധതിയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ, നമ്മളിപ്പോൾ ഉപേക്ഷിക്കേണ്ടതാണോ അല്ലയോ, നമുക്ക് ഈ കാര്യത്തിൽ കർത്താവ് സൈൻ തരും. ചില കാര്യങ്ങളിൽ ഒരടയാളം മാത്രമല്ല, ഒന്നിലധികം അടയാളങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. കാരണം ആദ്യമേ തന്നെ എല്ലാം ഒരുപക്ഷെ പലതും ഒരുപോലെ വന്നെന്നിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലും അതിൻ്റെ അടുത്ത ഘട്ടം കർത്താവിനോട് ചോദിച്ച കാര്യത്തിനകത്ത് ഒത്തുവരുന്നുണ്ടോ എന്ന് നോക്കി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ. ഞാൻ കേരളത്തിലെ പ്രസിദ്ധനായൊരു ദേവദാസൻ്റെ വിവാഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യയെ കണ്ടെത്തുന്ന വഴിയിൽ 35 കൂട്ടം കാര്യങ്ങൾ അടയാളമായി ദൈവത്തോട് ചോദിച്ചിരുന്നു. അതിൽ അവസാനം 35ാമത്തെ കാര്യം അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ 1 ഇഞ്ചിൽ താഴെ പൊക്കമുണ്ടായിരിക്കണം. ഏറ്റവും ഒടുവിൽ തനിക്ക് 3-4 വിവാഹാലോചനകൾ ആ വിധത്തിൽ വന്നുവെന്നാണ് ഞാൻ കേട്ടത്. അവസാനത്തെ അടയാളം
എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര ഇഞ്ച് പൊക്കക്കുറവുണ്ടായിരിക്കണം. ആ പൊക്കം ഒരു ദൈവദാസൻ അളന്നു നോക്കവേ കൃത്യമായി താൻ തൻ്റെ പ്രാർത്ഥനാ ബുക്കിൽ എഴുതി വെച്ച് ദൈവത്തോട് അടയാളമായി ചോദിച്ചിരുന്ന അതേ കാര്യമാണ് ദൈവം അദ്ദേഹത്തിന് നൽകിയത്. ഞങ്ങൾക്ക് പണ്ട് വീടില്ലാതിരുന്ന ഒരു കാലത്ത് ഞങ്ങൾ വാടക വീട്ടിൽ കിടക്കുന്ന സമയത്ത് ബൈബിളിൻ്റെ പുറകിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ ദൈവത്തോട് അറിയിച്ചു. അന്ന് ആ പ്രാർത്ഥന ദൈവത്തോട് അറിയിക്കുന്ന സമയത്ത് ബൈബിളിൻ്റെ പിന്നിലെ പേജിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാവും കേട്ടോ. അത് ഇത്രയടുത്ത് ഞാൻ പറയുകയാണ്. അന്ന് കർത്താവേ, ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം തരണം, അതിനകത്ത് 2 പ്ലാവും 1 തെങ്ങും 1 ചാമ്പയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. കൃത്യം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സ്ഥലത്ത് അതുണ്ടായിരുന്നു. നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതെല്ലാം നാം അടയാളങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെയായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ നിവർത്തീകരണം മാത്രമെന്നല്ല, നമ്മൾക്ക് പലപ്പോഴും അടയാളങ്ങൾ ചോദിക്കാൻ താല്പര്യം വരുന്നത് പോലും നമ്മളോടുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, നമ്മളെ പ്രാർത്ഥിച്ചൊരുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനിന്ന് പോകുന്ന വഴിയിൽ, ഞാനിന്ന് സംസാരിക്കുമ്പോൾ അവരിന്ന് എന്നോട് ഇന്നതുപോലെ മറുപടി പറയണം, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്നയാൾ ഇന്ന കളറിലുള്ള ഡ്രസ്സായിരിക്കണം ധരിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർത്താവേ, ഇന്നതുപോലൊരു സാഹചര്യം, ഇന്നതുപോലൊരു വാക്ക് അവിടെ ഉണ്ടാകണം. ഇതെല്ലാം കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ പോവുക. തിരുവല്ലായിൽ നിന്നൊരു അച്ചായൻ എൻ്റെ ചർച്ചിൽ ആരാധനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം ദൈവത്തോടൊരു അപേക്ഷയുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2-3 കുപ്പി തേനുണ്ടായിരുന്നു. അദ്ദേഹം ആ തേൻ കുപ്പി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒറ്റ തീരുമാനം പറഞ്ഞു, പാസ്റ്റർ എന്ന് പ്രസംഗിക്കുമ്പോൾ തേനെന്നോ തേൻ കട്ടയെന്നോ ഒരു വാക്ക് പറയണം, പറഞ്ഞാൽ ഈ തേൻ പാസ്റ്റർക്ക് കൊടുക്കും. ആ മീറ്റിംഗ് തീരുന്ന ആ സമയത്തോടനുബന്ധമായിട്ട് ഞാൻ തേനെന്നുള്ള വാക്ക് 2 തവണ ഉപയോഗിച്ചു. അദ്ദേഹം എനിക്ക് ആ 3 കുപ്പി തേനും കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ചിട്ടാണ് വന്നത്. പാസ്റ്റർ തേനെന്നോ തേൻ കട്ടയെന്നോ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് പാസ്റ്റർക്ക് തരും, ഇല്ല ഞാനിത് തിരിച്ചു കൊണ്ടുപോകും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെറിയ കാര്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ദൈവത്തോട് അടയാളമായി ചോദിക്കുമ്പോൾ അത് വ്യക്തതയോടെ കൂടെ കേട്ട് തൻ്റെ കുഞ്ഞിൻ്റെ ഒരു താല്പര്യമെന്ന നിലയിൽ അത് നിവർത്തിച്ചു തരുന്ന വലിയവനായൊരു കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇനിയൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴോ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നോ ഒരു സംശയമെടുത്ത് നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾക്കുതകുന്ന നിലയിൽ, കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക നിലയിൽ നിങ്ങൾ തന്നെ ഒരു അടയാളം ദൈവത്തോട് ചോദിക്കുക. അവിടുന്ന് നിങ്ങൾക്കൊരടയാളം തരിക തന്നെ ചെയ്യും. ഇത് ദൈവത്തെ പരീക്ഷിക്കലല്ല, കർത്താവിൽ വിനയപൂർവ്വം ഒരു ആശ്രയം വെക്കുന്നതിൻ്റെ ഒരു തെളിവാണ് അടയാളമെന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ കർത്താവ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ എല്ലാ നല്ല സഹോദരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ചുവട് കർത്താവിൻ്റെ ആലോചന പ്രകാരവും ദൈവോദ്ദേശപ്രകാരവും തന്നെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് കർത്താവിൽ നിങ്ങൾക്ക് ഇന്നൊരു അടയാളം ചോദിക്കാൻ എൻ്റെ ഈ വാക്കുകൾ, നമ്മുടെ ഇന്നത്തെ പ്രവചനദൂത് കാരണമാകട്ടെ. നിങ്ങൾ ചോദിക്കുന്ന അടയാളം ദൈവം നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തും. നിങ്ങൾ ആ ഡീലുകൾക്ക് കൈകൊടുക്കും. ഇസഹാക്കിന് വിവാഹാലോചനയുമായി പോകുന്ന വേളയിൽ അബ്രഹാമിൻ്റെ ഭൃത്യനായിരുന്ന എലയാസർ താൻ കടന്നു ചെല്ലുന്ന സമയത്ത് ദൈവം തന്നോട് അരുളി ചെയ്തതുപോലെ ഒരു തലമുറയെ തൻ്റെ യജമാനൻ്റെ മകനു വേണ്ടി ഒരുക്കുമെന്നുള്ളതായി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ദൈവത്തോടൊരു അടയാളം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച അടയാളം പോലെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ യജമാനൻ്റെ പുത്രനുള്ളതായ വധുവിനെ കണ്ടെത്താൻ സാധിച്ചു. വിവാഹകാര്യത്തിലായാലും, ഒരു വഴി കണ്ടെത്തേണ്ട കാര്യത്തിലായാലും, ഒരു തീരുമാനമെടുക്കേണ്ട കാര്യത്തിലായാലും, മുന്നോട്ടുള്ള ഭാവിപരമായ ചിന്തകളിലായാലും, ശുശ്രൂഷാപരമായ വിഷയങ്ങളിലായാലും ദൈവത്തോടൊരു അടയാളം ചോദിക്ക്. ദൈവം നിങ്ങൾക്കത് തരും. അതിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇറങ്ങാം, കാരണം അത് തെറ്റത്തില്ല. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഈ ദൂത് കേട്ട് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ പ്രിയ മക്കൾക്കും സ്വർഗീയ തമ്പുരാൻ ഈ കൃപ പകർന്ന് അങ്ങയോട് ഇന്ന് പകൽ ഇവർ ചോദിക്കുന്ന അടയാളങ്ങൾ ഇവർക്ക് യാഥാർത്ഥ്യമാക്കി ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതിയും പ്രവൃത്തിയും കാണുവാനുള്ള കൃപയും കരുണയും തുറന്നു കൊടുക്കുമാറാകണമേ. പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ അഭയാചനകൾ കഴിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് ദൈവം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിൻ്റെ വിശ്വാസം ഈ ദിവസങ്ങളിൽ പരിധിക്കപ്പുറം വികസിക്കേണ്ടതിന് നിനക്ക് ഈ ഒരു ദൈവത്തോടുള്ള അടയാളങ്ങളുടെ ആവശ്യം നീ ഉന്നയിക്കുന്നതൊരു കാരണമായി തീരും. നീ ചോദിക്കുന്നത് ദൈവം നിനക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്നുള്ള കാര്യത്തിൽ നിനക്ക് വലിയൊരു വ്യക്തത വരാൻ പോവുകയാണ്. എന്തോ വലിയൊരു സമാധാനം, പല ആശങ്കകൾ നിറഞ്ഞിരുന്ന വിഷയങ്ങളിൽ
പലരെയും ഇന്നു പകൽ ദൈവം സമാധാനിപ്പിക്കുകയാണ്. ഒരു വലിയ സ്വസ്ഥത പല വിഷയങ്ങളുടെ മേലും ഇന്ന് രാവിലെ കർത്താവ് ഈ ദൂതിനോടനുബന്ധമായി അയക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആശയക്കുഴപ്പങ്ങളുടെ ചങ്ങലകളെ, സംശയങ്ങളുടെ വലിയ മലകളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഓ ജീസസ്, വലിയ സമാധാനം കൊണ്ട് നിറച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്ന യാത്ര ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ചിലത് അടയുമ്പോൾ പേടിക്കരുത്, ചിലത് തുറക്കപ്പെടാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. കൺഫേം ആയിരുന്ന ചിലത് നടക്കത്തില്ല എന്ന് കേൾക്കുമ്പോൾ സങ്കടപ്പെടരുത്. അതിനേക്കാൾ വലുത് കേൾക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കരങ്ങളിൽ എത്താൻ വേണ്ടിയാണ്. ധൈര്യത്തോടെ മുന്നോട്ടേക്ക് പോവുക. കർത്താവേ, അങ്ങയുടെ കൃപ കൂടെ ഇരുന്ന് ഇന്ന് പകൽ അങ്ങയുടെ മക്കളെ വഴി നടത്തണമേ. രോഗികളായി ഭാരപ്പെടുന്നവരെ, പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ സമാധാനിപ്പിക്കുന്ന യേശുവിൻ്റെ പൊന്നുകരത്തിലേക്ക് വിഷയങ്ങൾ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ചില കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന അടയാളങ്ങൾ, അതിന് തമ്പുരാൻ ഉത്തരം തരാതെ പെൻഡിങ് ആയിട്ട് വെക്കും. ആ പെൻഡിങ് ആയിട്ട് ചില കാര്യങ്ങൾ വെക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ തിരുഹിതം ഒരു പക്ഷേ നാം അറിയുമ്പോൾ ആ ഉത്തരത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സ് പതറാനോ സങ്കടപ്പെടാനോ സാധ്യതയുള്ളതിനാലാണ്. എന്നാൽ ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നത് കൊണ്ട് കർത്താവിൻ്റെ തിരുഹിതം യെസ് ആയാലും നോ ആയാലും ആ അടയാളം കണ്ടാൽ ഞാനത് ചെയ്യും എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിലപാട് തുറന്നാൽ കർത്താവ് നിശ്ചയമായും നിങ്ങളെ മാനിക്കും. നിങ്ങൾക്ക് അടയാളങ്ങളുടെ ഒരു പുതിയ വരം തുറന്നു തരികയും ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമുക്ക് ആരാധനയുണ്ട്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ് ഈ ആരാധന നടക്കുന്നത്. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഈ ഒരു ഈവനിങ് വർഷിപ്പ് നമുക്ക് എറണാകുളത്ത് നടക്കുന്നുണ്ട്. എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലാണ് ഈ പ്രസ്തുത കൂട്ടായ്മ നടക്കുന്നത്. നിങ്ങളെ നമ്മുടെ സഭയുടെ ആരാധനകളിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.